ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രചാരണത്തിന് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ സംഗമം നടത്തും. വ്യാഴാഴ്ച പത്തനംതിട്ടയിൽ വിശ്വാസ സംഗമവും വെള്ളിയാഴ്ച ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും. നാളത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കും. നാളത്തെ നിയമസഭാ സമ്മേളനത്തിലും പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കും. ആർ റോഷിപാൽ എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. വിശ്വാസ സംരക്ഷണ സംഗമവും പ്രതിഷേധവുമൊക്കെ നിയമസഭയ്ക്ക് പുറത്തു നടക്കുമ്പോൾ സഭാതലത്തിലേക്ക് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ വിഷയം എത്തിച്ചുകൊണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണോ സ്വർണ്ണപ്പാളിയുമായി പ്രതിപക്ഷം ഇറങ്ങുന്നത്? സുജയ, സംശയമില്ല. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം സഭയ്ക്കകത്ത് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രവുമല്ല, ചോദ്യോത്തരവേളയിൽ തന്നെ ഈ വിഷയം ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷം ചോദ്യങ്ങളായി തന്നെ സ്വർണ്ണപ്പാളി വിവാദം ചോദ്യങ്ങളായി തന്നെ ഉയർത്തുന്നുണ്ട്. അതിനു പുറമെ ശൂന്യവേളയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമോ എന്ന കാര്യം നമുക്ക് ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ഏതായാലും ഈ തെരുവിലേക്ക് വിഷയം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം എടുത്തതാണ്. നാളെ ചേരുന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയവും ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ്. നിലവിൽ പത്തനംതിട്ടയിൽ വ്യാഴാഴ്ച പ്രതിഷേധ സംഗമം നടത്തുന്നുണ്ട്. വിശ്വാസ സംരക്ഷണ സംഗമമാണ്. അതിന് തൊട്ടുപിറ്റേന്ന് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പ്രചാരണത്തിനാണ് തീരുമാനം. മണ്ഡലം തലങ്ങളിൽ തന്നെ വിശദീകരണ യോഗങ്ങൾ നടത്തിക്കൊണ്ട് വിശ്വാസികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നത്. പിന്നീട് UDFും പ്രചാരണം ഏറ്റെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ റോഷിപാൽ.